ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന റിപ്പോർട്ടർ ടിവിയുടെ മറ്റൊരു ലൈവാത്തോണാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. അലി അക്ബർ ഷാ, അല്ലമീൻ, ലിബി സുജീന്ദ്രൻ, അഞ്ജലി ശ്രീജിത രാജ്. അല്ലമീൻ ഇപ്പോൾ BPCL കമ്പനി ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാർക്കൊപ്പമുണ്ട്. അലി അക്ബർ ഷാ അയ്യൻകുഴിയിൽ രോഗബാധിതർക്കൊപ്പം ചേരും. അഞ്ജലി ശ്രീജിത രാജ് ഈ കിടപ്പുരോഗിയെ പങ്കജാക്ഷന്റെ വീട്ടിൽ നിന്ന് ചേരും. ഹൈക്കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങളുമായി ലിബി സുജീന്ദ്രനും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം അല്ലമീനിൽ നിന്ന് തുടങ്ങാം. അല്ലമീൻ, വല്ലാത്ത കഥയാണ് ഈ മനുഷ്യരുടേത്. അവർ വിഷപ്പുക ശ്വസിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. പലയിടത്തും പരാതി പറഞ്ഞു. കോടതി പോലും അവർക്ക് അനുകൂലമായി നിന്നിട്ടും ഇന്നുവരെയും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? BPCL ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലമീൻ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് HOCയുടെ മുന്നിലാണ്. HOC ഗേറ്റിന് മുന്നിലാണ്. തൊട്ടപ്പുറത്ത് BPCLന്റെ ഗേറ്റുമുണ്ട്. ഇവിടെ നിന്നുള്ള പ്രതിഷേധമാണ് ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്സും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ഇവിടെ നിന്നുള്ള ഈ കമ്പനികളുടെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങപ്പെട്ട കുറച്ച് കുടുംബക്കാർ, അവരെ ഈ കമ്പനികൾ 4 മതിലുകൾക്കുള്ളിലാക്കി ജയിൽ ജീവിതം പോലെ അവരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമല്ല, നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അരുൺകുമാർ ഇവിടെ നിന്നുള്ള വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമായിട്ടുള്ള ദുർഗന്ധമാണ്. ഇവർ പറയുന്നത് കാലങ്ങളായിട്ട് അവർ ഈ ദുർഗന്ധവും സഹിച്ച് ഇവിടെ കിടക്കുന്നു. ദുർഗന്ധത്തിനപ്പുറത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ത്വക്ക് രോഗം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രായമായവർക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിസന്ധികളുടെ നടുവിൽ കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിൽ നമുക്കിപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളിൽ പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, ഒരു തലമുറയെ പോലും അവരുടെ മുന്നോട്ടുള്ള ഭാവിയിൽ പോലും ആശങ്കയുള്ള ആളുകളാണ് ഈ പ്രതിഷേധവുമായി നിൽക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് സമരസമിതി ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. എല്ലാ ദിവസവും അവരുടെ ഈ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. അവരുടെ ഈ അനിശ്ചിതകാല സമരം ഇന്നിപ്പോൾ 20ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കമ്പനിയുടെയും 4 മതിൽക്കെട്ടിനുള്ളിലാണ് ഞങ്ങളൊരു 9.5 ഏക്കർ സ്ഥലമുള്ളൂ. ഈ 9.5 ഏക്കറിൽ ഇവർ ഞങ്ങളുടെ കുടിവെള്ളം മുതൽ എല്ലാ സാധനവും മുട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുക കാരണവും ദുർഗന്ധം കാരണവും ഇരിക്കാൻ പറ്റില്ല. അത് ചില ദിവസങ്ങളിലൊക്കെ ഇതുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തീവ്രമായ ദിവസങ്ങളിൽ 2-3 പ്രാവശ്യം ഞങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ട വന്നിട്ടുണ്ട്. ആ മെഡിക്കൽ ട്രസ്റ്റ് ആദ്യം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടും ഇതിൻ്റെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടെ. ഈ മെഡിക്കൽ ക്യാമ്പിൽ 80ഓളം പേര് പരിശോധിച്ചാലും 40ഓളം പേർക്ക് ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളും അതിൽ അതിതീവ്രമായ COPD ഉൾപ്പെടെയുള്ളവർ അന്ന് തന്നെ 7ഓളം പേരെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തോളമായി ഓരോരുത്തർക്കായിട്ട് പുതിയതായിട്ട് COPD അത് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുക. ഹൈക്കോടതി വിധി വന്നിട്ട് 2 കൊല്ലമായിട്ടും നടപ്പിലാക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ, ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ 2 കമ്പനികൾക്കെതിരെ ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അയ്യൻകുഴിക്കാർക്ക് നീതി ലഭിക്കണം. അയ്യൻകുഴി ജനതയുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും, ഞങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധജലം കുടിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഞങ്ങളിവിടെ നിന്ന് പുനരധിവസിപ്പിക്കണമെന്നുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും സമരത്തിന് മുന്നോട്ട് പോകാൻ ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് എല്ലാവരും തന്നെ കോടതി വിധി പാലിക്കേണ്ടതാണ്. വേണ്ടി പോരാടാൻ തയ്യാറാണ്. ഈ സ്ഥലം ആരേറ്റെടുക്കണം, ഏത് രീതിയിൽ പരിഹരിക്കണം, ആര് സ്ഥലം ഏറ്റെടുക്കണം, നിങ്ങൾക്ക് പകരം എവിടെ പുനരധിവാസം ഉറപ്പാക്കണം, അതൊക്കെയാണല്ലോ നിങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും. പക്ഷേ സ്ഥലം ആരെ ഏറ്റെടുക്കണം എന്നുള്ളത് ഞങ്ങൾ വച്ചത് ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനികളാണ്. ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് കമ്പനി രൂപീകരിച്ച് വലുതാക്കി അതിന് ഉത്തരവാദികൾ കമ്പനികളാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഞങ്ങൾ 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ 2 കമ്പനികളും ഞങ്ങൾക്ക് ഇനിയൊരു പ്രൊജക്റ്റ് ഇല്ലെന്ന് BPCLും ഞങ്ങൾ പാപ്പരാണെന്ന് HOCയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിനോട്, ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണെന്നുള്ള നിലയ്ക്ക് സർക്കാരിനോട് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്പനികളെ രക്ഷിച്ചുകൊണ്ട് സർക്കാർ പറഞ്ഞു അത് ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സർക്കാർ പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരികയും ഈ സ്ഥാപനങ്ങൾക്ക്
ഈ കേവലം 9.5 ഏക്കർ മാത്രമുള്ള അയ്യങ്കുഴി പ്രദേശം വേണ്ടെന്നും അവർക്ക് 35 മുതൽ 50 ഏക്കറോളം സ്ഥലം വേണമെന്നും ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് നമ്മുടെ കളക്ടറൊക്കെ ഇടപെട്ടിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ അന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അധിപതിയായിരുന്നു. അതിൻ്റെ ഒരു ടെസ്റ്റ് ഇവിടെ നടത്തുകയും ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്ഥാപിക്കാനായിട്ട് ഈ 9.5 ഏക്കർ സ്ഥലം ആപ്റ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇത് ലോകബാങ്കിൻ്റെ ഫണ്ടിങ് ആയതുകൊണ്ട് കുറച്ച് താമസമെടുക്കുമെന്ന് പറയുകയും ആ താമസം 1.5 കൊല്ലമാണ് പറഞ്ഞത്. ആ 1.5 കൊല്ലത്തിന് ശേഷവും നടക്കാത്ത ഒരവസ്ഥയിൽ സർക്കാർ ആ പദ്ധതിയും ഉപേക്ഷിച്ചു. കുട്ടികളെ കൊണ്ടൊക്കെയാണ് സമരത്തിന് വന്നിരിക്കുന്നത്. അത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നത്. ഇവിടെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നമ്മൾ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ നടുക്ക് കിടക്കുന്ന ഒരു ജനവാസ മേഖലയെന്ന് ഇവർ പറയുന്ന ഈ 9 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? ഇവിടെ ഒരു 42 കുടുംബങ്ങളുണ്ട്. പക്ഷേ 42 കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒരു 10 വർഷമായിട്ട് വാടകയ്ക്ക് പോയേക്കാണ്. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഭീമമായ വാടക കൊടുത്ത് വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് സ്ഥലം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ മാറി താമസിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ കളക്ടറോടാണ്. ഞങ്ങളുടെ ഈ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ ഇടയിൽപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ രക്ഷിക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പലതവണ ഞങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതല്ലാതെ ഇതിവിടെ അനുകൂലമായി ഞങ്ങൾക്കിവിടെ പൊല്യൂഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക്? അതായത് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നു, ഇവിടെ ഉള്ളവർക്ക് പൊല്യൂട്ടഡ് ആണ്, പ്രശ്നമുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തി അതിൽ നമ്മൾക്ക് ഭീമമായ അസുഖമുണ്ടെന്ന് പറയുന്നു. എല്ലാ റിപ്പോർട്ടുകളും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും പിന്നെയും അദ്ദേഹം കോടതിയിൽ പിന്നെയും അഫിഡവിറ്റ് വെച്ച് പിന്നെയും പൊല്യൂഷൻ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജില്ലാ കളക്ടർ ചെയ്തതിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം ജനകീയമാക്കി തന്നെയെന്ന് ഞാൻ അരുൺകുമാർ സാറിനോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറയുന്നത്, അപ്പോൾ വേറെ സ്ഥലം മാറി പോകാൻ പറ്റുന്ന സാഹചര്യമെന്നുള്ള ആളുകളല്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരാരുമില്ല സാർ. ഇവിടെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വീടുകൾ ഒരു 80 വർഷം മുമ്പുണ്ടായ ഒരു ഏരിയ പോലെയാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോഴും കിടക്കുന്നത്. പൊളിഞ്ഞ് ഏത് സമയവും പൊട്ടി വീഴാറായ വീടുകളാണ് ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു രീതിയിലുമല്ല ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർക്കെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. മിനിസ്റ്റർ പി രാജീവിനോടും ഈ വിഷയം ചോദിക്കാവുന്നതാണ്. പ്രതികരണം എടുത്തോളൂ. ഞാൻ ഒന്ന് അലി അക്ബർ ഷായിലേക്ക് കൂടി പോയി വരണം. അലി അക്ബർ ഷാ, അയ്യൻകുഴിയിൽ രോഗബാധിതർക്കും കുടുംബങ്ങൾക്കും ഒപ്പമാണ് നിൽക്കുന്നത്.